നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. നമ്മുടെ അമ്മാവൻ്റെ വീടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പ്ലാവ് ഉണ്ടെങ്കിൽ ആ പ്ലാവിൻ്റെ എല്ലാം വീണിട്ട് അടിഞ്ഞിട്ടുണ്ട് ഇടാം. അപ്പോൾ ഇത് വാരിയെടുത്ത് എനിക്ക് മഞ്ഞളിൽ പുതയിടാൻ വേണ്ടിയിട്ടാണ്. ചാക്കിൽ നിറച്ചിട്ട് അവിടെ കെട്ടിക്കണം. മഞ്ഞൾ നട്ടിട്ടാകുമ്പോൾ നമുക്ക് ഇനി പുതയിടാൻ വേണ്ടി നല്ല സാധനമാണ്, നല്ല വളമായി ഇത്. അപ്പോൾ ഈ ഇല തേച്ചും വാരിയെടുക്കണം. ഇത് മഞ്ഞളിൽ പുതക്ക് നല്ല തണുപ്പും കിട്ടും, നല്ല വളമായി. പിന്നെ ഇത്രയും ഇത് വാരിയെടുത്തിട്ട് ചാക്ക് നിറക്കണം. മഞ്ഞൾ നടുമ്പം മഞ്ഞളിന് സാധാരണ പച്ചിലെല്ലാം പുതയിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടി നട്ട് നല്ല ഉണങ്ങിയാലാണ് ഇത് അലിയുമ്പം വളമായി, പിന്നെ ഒരു പുതയായി മാറി. അപ്പോൾ ഇത് ആദ്യം അടിച്ച് വെക്കാം. നമ്മളാദ്യം അതിൻ്റെ ഇലയെല്ലാം ഒരു സ്ഥലത്ത് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പം അടിച്ചു കൂട്ടി. ഇപ്പം അതിൻ്റെ ഇല മാത്രമല്ല, വട്ടയുടെ ഇലയും കൂടി ഉണ്ട്. രണ്ടും കൂടി മിക്സാക്കിയിട്ട് അവിടെ അടിച്ചു കൂട്ടി. ഇനി ചാക്ക് നിറക്കണത് സഹായത്തിൻ്റെ മുകളും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാരി നോക്കാം. നമുക്ക് ചാക്ക് അപ്പോൾ വീടിൻ്റെ ഇലയിലത്തെ ഫുള്ള് വാരി ചാക്കിൽ വെച്ചാൽ ഒരു ചാക്ക് ഇവിടെയുണ്ട്, ബാക്കി രണ്ടെണ്ണം ഞങ്ങൾ പുറത്ത് കിട്ടുന്നുണ്ട്. കാണിച്ചാൽ അവിടെ 2 ചാക്ക് ഉണ്ട്. അവിടെ കുറച്ച് വരാണ്ട് പൊടി കരിഞ്ഞുന്നുണ്ട്. 2 വർഷം മുമ്പ് അടിഞ്ഞ ഇലയാണ്, നല്ല വളമാണ്. ഇതിൽ പച്ചക്കറി നല്ല സാധനമാണ്. അപ്പോൾ അതും കൂടി വാരിയെടുക്കാം നമുക്ക്. ഫുള്ള് പൊടിയാണ്, ഇല മാത്രം ഫുൾ. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ വീണടിഞ്ഞ കരിയില പൊടിയെല്ലാം അടിച്ചു കൂട്ടി. പിന്നെ എത്രയും പെട്ടെന്ന് ചാക്കിൽ നോക്കാം. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. മഴ പെയ്ത പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കോരി നിറക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ വാർപ്പിൻ്റെ മുകളിലെ ഇലയിൽ ഞങ്ങൾ വാരിയെടുത്തു. ഫുള്ള് ചാക്കിൽ നിറച്ചു. പൊടിയും അതേപോലെ ബാക്കി ചാക്കിലാക്കി. അന്നേരം തന്നെ ചെറിയൊരു മഴയും കിട്ടി നമുക്ക്. മഴ പെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല സമയമാണ്. അപ്പം നേരത്തെ കണ്ട ടെറസിൻ്റെ മുകളിലെ ഇലയെല്ലാം ഫുള്ള് അടിച്ച് വാരി ചാക്കിൽ നിറച്ചു. ബാക്കിയുള്ള വേസ്റ്റ് പൊടിയെല്ലാം അത് വേറെ ചാക്കിലാക്കി പുറത്തിട്ടു. അപ്പോൾ നല്ല ക്ലിയറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.